Duk ni muda. Duk dah. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday. Lepas ni lepas ni. ഇന്ന് നമ്മുടെ ഷാനേന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ജൂലൈ 13 ഷാനേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മളത് ചെറിയ രീതിയിൽ അങ്ങനെ ആഘോഷിച്ചു. വലിയ ആഡംബരമായിട്ടുള്ള ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചു ഞങ്ങളിന്ന്. അപ്പോൾ ആ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. എന്തായാലും ഷാനേൻ്റെ ഇത് മറക്കാനാവാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ UK വന്നതിന് ശേഷം ലിവർപൂൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഷാനേൻ്റെ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു വെറൈറ്റി ആണ്. ഐൽ ഓഫ് മാനിലാണ് ഷാനേൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. സെലിബ്രേഷൻ മീൻസ് ചെറിയൊരു കേക്ക് കട്ടിങ് ആണ്, പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ച് ചെയ്തൊരു കാര്യമാണ്. സോ എല്ലാവരുടെയും കണ്ടില്ല ഒന്നുമില്ല സംഭവം. ഡാഡിന് കേക്ക് വെച്ച് കൊടുത്ത പിന്നെ ഡാഡിന് കേക്ക് കൊടുത്ത് ഡാഡിന്റെ ബർത്ത്ഡേ ആണ്. കേക്ക് കൊടുത്തേ, ഡാഡിന് കേക്ക് കൊടുത്തേ. എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു പുതിയൊരു വർഷം ഞങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ നല്ലൊരു ദിവസം എല്ലാവർക്കും ഞങ്ങളും ആശംസിക്കുന്നു. നെവുദേ അലമ്പായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ. നമുക്ക് നാളെ ഐൽ ഓഫ് മാൻ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് നാളെ. സോ നമ്മളത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യും, അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നാളെ രാവിലെ നാളെ രാവിലെ ഉണർന്നതിന് ശേഷമാണ് നമ്മളതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ വരും ദിവസങ്ങളിലുള്ള ഐൽ ഓഫ് മാൻ സ്റ്റോറീസ് നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിത് ഐൽ ഓഫ് മാനിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഇന്നലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. സോ ഇന്നാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഇനിയിപ്പം മെല്ലെ താഴത്ത് പോയി ഫസ്റ്റ് നമ്മുടെ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് താഴെ പോയിട്ടാണ് നമുക്ക് തീരുമാനിക്കുക. ഹായ് പറഞ്ഞേ. ഹലോ ഹലോ ഹലോ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങോട്ട് ഷാൻ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് തീരുമാനിച്ചാ? ഫസ്റ്റ് നമുക്ക് താഴത്തിറങ്ങിയിട്ട് ചോദിച്ചു പോവാം. ഷാനേട്ടനൊക്കെ റെഡി ആയി കാണാം. ബർത്ത്ഡേ ബോയാണ്. സോ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിനി ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. ഓക്കെ, ഹായ്. ഇത് നമ്മളിപ്പം റെഡിയായി ഇറങ്ങിയേക്കാണ്. ഷാനേട്ടൻ ഇവളാണെങ്കിൽ ഒരാളെയും വിടാതെ ഫുള്ളവരെ വിളിച്ചുകൊണ്ട് നടക്കുക. ഓക്കെ, നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനും കുഴപ്പമില്ല. നമ്മൾ വെതർ നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ക്ലൗഡിയാണ് കാണിച്ചിരുന്നത്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. ചെറിയൊരു കാറ്റും ചെറിയൊരു വെയിലും ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം അന്നൊക്കെ റെഡി ആയി ഇറങ്ങിയിട്ട് ഫുള്ള് ട്രിപ്പിൻ്റെ മോഡിലാണ്. സോ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ നോക്കുന്നേ ഉള്ളൂ. ഷാനേട്ടൻ അതിൻ്റെ തിരക്കിലാണ്. സോ നമുക്ക് നോക്കാം എവിടേക്കാണ് പോകുന്നത്. നമുക്ക് പറ്റുന്ന പോലെ എല്ലാം കവർ ചെയ്യാം കേട്ടോ. നമുക്ക് മാക്സിമം ഇവിടെ എങ്ങോട്ടൊക്കെ എത്താൻ പറ്റും എന്നുള്ളത് അറിയില്ല. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. സോ നമുക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഇങ്ങോട്ട് പോകണം, ആദ്യം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, അതുപോലെ തന്നെ സ്ഥലങ്ങളാണ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേസൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. സോ അപ്പം നമുക്കിനി വഴിയെ കാണാം ബാക്കിയുള്ളത്. ഷാനേട്ടൻ അവിടെ ഫ്രണ്ടിലേക്കാണ് പോയതല്ലേ? നമുക്ക് ബീച്ചിൽ വൈകുന്നേരം പോവാം. അതിന് എൻ്റെ ഫ്രണ്ട് അത് ഓടി വരുന്നു. ആ അതല്ല
അതല്ല അതല്ല വീട് ഇതല്ല വീട് ഇവിടെ നമ്മൾ ഐൽ ഓഫ് മാനിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു കുഞ്ഞ ടൗൺ ആണല്ലോ, സോ നമുക്ക് എല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണാൻ പറ്റും. അവിടെ ഐലിയറില്ലേ ഐൽ ഓഫ് മാനിലെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് റെയിൽവേ ആയിരുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അവിടുത്തെ ഇലക്ട്രിക് റെയിൽവേ എന്നുള്ളത്. അതിൻ്റെ നമ്മളവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ ഒരു ബുക്കിംഗ് ഓഫീസുണ്ട്. അതിൽ ഒന്ന് ഹോഴ്സിൻ്റെ വരുന്നുണ്ട്, ദെൻ ഇലക്ട്രിക് റെയിൽവേ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ഓഫീസിൽ ചെന്ന് ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ ടൈം ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ അവിടെ റെയിൽവേ സ്റ്റാർട്ടാവുക. അപ്പം ഇത് ഈ കാണുന്നത് ഹോഴ്സിൻ്റെയും ഇത് ബുക്കിംഗ് ഓഫീസുമാണ് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രിക് റെയിൽവേ തന്നെ ചൂസ് ചെയ്യാൻ റെഡിയായി. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഈ റെസ്റ്റോറൻറ്റ്സും അതേപോലെ തന്നെ ഗാർഡൻസൊക്കെ അതിലിപ്പോൾ നമ്മൾ ആ തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ കുതിര ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ന്യൂവിനെ കാണിച്ചു കൊടുത്താണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ചില്ല് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇലക്ട്രിക് റെയിൽവേയിൽ പോകുന്നത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു നല്ലൊരു സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ അതിൽ കേട്ടോ. സീറ്റുകളുടെ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് ഫുൾ വ്യൂസ്, രണ്ട് സൈഡിലും വ്യൂസ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ നമ്മുടെ ഓക്കെ, നമ്മളിവിടെ റെയിൽവേ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക് 18 പൗണ്ട് വെച്ചിട്ടാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. തൊട്ടടുത്ത് തന്നെ ഈ റെയിൽവേയുടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബുക്കിംഗ് ഓഫീസ് കാണുന്നുണ്ട്. ഇതിലവർ ഇത് സ്കാൻ അങ്ങനത്തെ യാത്ര സ്റ്റാർട്ടായി കാണും കേട്ടോ. നല്ല കാറ്റും അതുപോലെ ചെറിയ ചൂടുള്ളൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ആ ഒരു സുഖത്തിൽ തന്നെ നമ്മൾ നമുക്ക് സുഖമായി ഉറങ്ങി. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുള്ള് അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആദ്യമായിട്ടാണ് അമ്മ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളിങ്ങനെ നമുക്ക് അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കാണിക്കാനും പുതിയ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും അച്ഛനെയും കൂടിയും കൊണ്ടുവരണം. പാവം അച്ഛനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ട്രിപ്പ് പോകുമ്പോഴും അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ എപ്പോഴും അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് നാട്ടിലേക്ക് ഫുൾ കറക്കം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും അച്ഛനെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കണം എന്നുണ്ട് എനിക്ക്. അതിനും കൂടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഫുള്ള് എന്താ പറയുക എൻജോയ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നമ്മളിത് നമ്മുടെ ഫസ്റ്റ് ഒരു സ്റ്റേഷനിലെത്തി. ഇത് നെക്സ്റ്റ് അടുത്ത ട്രിപ്പ് പോകുന്നുള്ള റെയിൽവേ ആണ് കേട്ടോ. ഇപ്പോൾ കണ്ടത് അടുത്ത ട്രിപ്പിനുള്ളതാണ്. സോ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ലാക്സേത്തേക്കാണ്. നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ നടന്ന് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുള്ള ദൂരങ്ങളേ ഉള്ളൂ. സോ നമ്മളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ക്യാമറമാൻ ഓൺ ഫുൾ പവറാണ് കേട്ടോ.
ഷാനേട്ടൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങനെ ചുമ്മാ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഹായ്, നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലാക്സിൽ എത്തിയേക്കാണ് കേട്ടോ. അതായത് നമ്മൾ വന്നൂലോ, അതായത് ഇലക്ട്രിക് അടുത്തത് ട്രാമാണ്, മൗണ്ടൻ റെയിൽവേ, നമ്മുടെ ഇതിൻ്റെ ഐൽ ഓഫ് മാൻ്റെ. ഇതിൻ്റെ ട്രാമിൻ്റെ 2 റൂട്ടുണ്ട്. ഒന്ന് നമുക്ക് ഡഗ്ലസ് നിന്ന് ലാക്സേ വരെ പോവാം, വേറൊന്ന് ഡഗ്ലസ് നിന്ന് റാംസേ വരെ പോവാം. നമ്മളിപ്പോൾ പോകുന്നത് റാംസേൻ്റെ ലാക്സേ. അപ്പോൾ നമ്മൾ ലാക്സയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ ലാക്സേന്ന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് ലാക്സേ വീൽ. അതൊരു മൈൻ സംഭവമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് ആ വഴി നമ്മൾ തിരിച്ച് സ്നേഫോൾ മൗണ്ടൻ സമ്മിറ്റ് ഉണ്ട്, നമുക്ക് അടുത്തൊരു ട്രാം പിടിക്കണം. അപ്പോൾ ആ സ്ഥലം കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നമ്മളിങ്ങോട്ട് വന്നത് പറഞ്ഞില്ലേ ഇലക്ട്രിക് റെയിൽവേ. അത് നമ്മൾ വന്നത് ഇലക്ട്രിക് ഒന്ന് ഹോൾസും ഉണ്ട്, പിന്നെ അല്ല അങ്ങനെയല്ല. അത് പറഞ്ഞാൽ ഹോൾസിൻ്റെ ഉള്ളത് പ്രൊമനേഡ് മാത്രം, അതായത് ഡഗ്ലസ് ആ ഒരു സ്ഥലങ്ങളുടെ ഉള്ളിൽ കൂടെയുള്ള ഒരു ഇതാണ് ഹോഴ്സ് ട്രാം പോകുന്നത്. അല്ലാത്തത് പോകുന്നത് ഒന്നുള്ളത് സ്റ്റീമിൻ്റെ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നത് ഇലക്ട്രിക്കിൻ്റെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. അത് 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒന്ന് റാംസേ ലാക്സേ പറഞ്ഞ സ്ഥലത്തേക്കും, അത് കഴിഞ്ഞിട്ട് സ്നേഫോൾ മൗണ്ടൻ സമ്മിറ്റിലേക്കും പോകുന്നുണ്ട്. വേറെ സ്റ്റീമിൻ്റെ പോകുന്നത് അറിയില്ല എങ്ങോട്ടാന്ന്, നമ്മൾ അടുത്ത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കിൻ്റെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു ഹാഫ് ആൻ അവർ ജേണി എക്സ്പീരിയൻസ്. റിട്ടേൺ അടക്കം 18 പൗണ്ടൊക്കെ ഉള്ളൂ. 18 പൗണ്ട് നമുക്ക് ശരിക്കും ഫുള്ളാണ്. സോ ഇവിടെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതെ അതെ. അമ്മ എങ്ങനെയുണ്ടായിരുന്നു അമ്മ മറ്റേ ട്രാമിലുള്ള ജേണി? അടിപൊളിയായില്ലേ? ഇഷ്ടമായില്ലേ? നല്ല ഇഷ്ടമായി, സൂപ്പർ. ഭയങ്കരമായിട്ട് ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. സോ അമ്മയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നെവ് മാത്രം എൻജോയ് ചെയ്തു. നെവ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിർത്തിക്കുക, കാരണം അതിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ പുള്ളിക്കാരി ഉറങ്ങിപ്പോയി. അപ്പം നേരത്തെ എണീറ്റ് ഇന്ന്, കാരണം ഇങ്ങോട്ടേക്കൊക്കെ പോകണല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസ് ഉണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂന്തോട്ടങ്ങൾ. നമ്മളിങ്ങനെ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ തന്നെ മെയിൻ അട്രാക്ഷൻ, ഐൽ ഓഫ് മാനിലെ ഫസ്റ്റ് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ദ ഗ്രേറ്റ് ലാക്സേ വീൽ കാണാനാണ് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെല്ലാം കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പം എൻ്റെ അടുത്ത് പഴയ, എനിക്ക് തോന്നുന്നു സ്റ്റീം റെയിൽവേയുടെ പഴയ സ്റ്റോപ്പായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടത്. അതിനുശേഷം ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണം. ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഈ വീലുള്ളത്. നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അറിയാം, നമുക്കത് ലാക്സേ വീലിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ഏറ്റവും ടോപ്പിലാണ് ആ വീല് കാണുന്നത് കേട്ടോ. നല്ലൊരു എന്താ പറയുക വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് താഴത്ത് നോക്കുമ്പോഴത് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മുടെ ഗ്രേറ്റ് ലാക്സേ വീലിലേക്കുള്ള യാത്ര. അതിനുശേഷം നമ്മളവിടെ നിന്ന് അവിടെ കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിന് ശേഷം നമ്മളവിടെ നിന്ന് നേരെ പോവാണ് അടുത്ത സ്പോട്ടിലേക്ക്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കൂടുതൽ സമയം നമ്മൾ നെവുവിൻ്റെ കൂടെ ഓടി കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്തിയില്ല. ഞാൻ അവിടെ വന്ന് മെയിനിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ബോർഡ് ഇവരുടെ തന്നെ ലാക്സേ വീലിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അത് എടുത്തേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ ആ ഏരിയ പറയുന്നതാണ് ലാക്സേ വീൽ വില്ലേജ് കേട്ടോ, അങ്ങനെയാണ് അവിടുത്തെ ആ ഏരിയയുടെ പേര്. അതിനുശേഷം നമ്മളവിടെ വന്നു കുറച്ച് ഫോട്ടോസൊക്കെ വീണ്ടും വയ്ക്കും. നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ചെയ്തു തുടങ്ങി. വീലിന് അടുത്തുനിന്ന് പോന്നു, അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന ഇടയിലുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് നല്ല രീതിയിൽ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ. അപ്പം നെവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം അമ്മ കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ അവൾക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിക്കുന്ന ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൾ ഉണർന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണർന്നു കേട്ടോ. ഉറക്കം നല്ലപോലെ ഉറങ്ങിയത് കൊണ്ട് അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഓട്ടവും ചാട്ടവും ഒക്കെ പിന്നെ സ്റ്റാർട്ടായി. അപ്പോൾ അവളുടെ പുറകെ തന്നെയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും
നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് അൺഫോർച്ചുനേറ്റ്ലി അറിയാലോ, അവൾ ഭയങ്കര ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അവളെ പുറകെ നമ്മൾ പോയേ പറ്റും. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ പറ്റിയില്ല. അപ്പം പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മളവിടെ നിന്ന് കുറച്ച് നേരം നടന്നുമല്ലോ, കുന്ന് കുറച്ചൊന്ന് കയറിയായിരുന്നു മേലേക്ക് വീലിനടുത്തേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നടന്നൊന്ന് കിതപ്പൊക്കെ ആയി, ടയേർഡായപ്പോൾ ജസ്റ്റ് വന്ന് അവിടെ ഇരുന്നാണ്. അപ്പോൾ അപ്പോഴാണ് യുവിന് വിശപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീണ്ടും അവൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവളുടെ കൂടെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. Is 2,036 feet above sea level. That's about 621 meters. വലിയ സമിക്ക, വലിയ ഏറ്റവും വലിയ സ്ഥലം ഏത് ഇപ്പോൾ പോകുന്നേ? പെപ്സിയാണ്. It was built in 1854 to pump water from Glenmore, which was part of the Great Laxey Mines industrial complex. അങ്ങനെ നമ്മൾ ലാക്സ് വില്ലേജൊക്കെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത സ്പോട്ട് എങ്ങോട്ടാണെന്നും ഇനി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്നും എല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക, വീഡിയോസ് മുഴുവൻ കാണുക. കുറച്ച് ലേറ്റായി വീഡിയോസൊക്കെ, പക്ഷേ എന്നാൽ കൂടിയും എല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് എഡിറ്റ് ചെയ്ത് വരാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ നമ്മളെന്തായാലും മാക്സിമം എളുപ്പം തന്നെ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹെൽപ്ഫുള്ളായി വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.